അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജുനൈഷിൻ്റെ മരണം ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഴഞ്ഞു വീണ് മരണപ്പെടുന്ന ഈ ഒരു രംഗം, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ഈ രംഗങ്ങളുണ്ടല്ലോ അള്ളാഹു നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നത് നമുക്കൊക്കെ വലിയ പാഠമാണ്. ജുനൈഷ് ഒരു നല്ലൊരു മനുഷ്യനായിരുന്നു, പലരും പറയുന്നു. ജുനൈഷിൻ്റെ മരണം നോക്ക്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് നാം മരിക്കുന്ന വേളയിൽ എങ്ങനെ മരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. കാരണം മരണത്തോടു കൂടി യഥാർത്ഥ ജീവിതത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ശാശ്വതമായ ജീവിതമാണ്. ഇവിടെ നമുക്ക് എത്ര പ്രയാസമുണ്ടെങ്കിലും കഷ്ടപ്പാടുണ്ടെങ്കിലും ദുഃഖമുണ്ടെങ്കിലും അത് മരണത്തോടു കൂടി അങ്ങ് തീരും, അതോടുകൂടി തീരും. മരണം അങ്ങനെയല്ല, മരിക്കലോടുകൂടി അതാ ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ മരണമില്ല. സുമ്മ ലാ യമൂതു ഫീഹാ വലാ യഹ്യ. ഒന്നെങ്കിൽ നല്ല ജീവിതം, ഫീഇശത്തുൻ റാദിയ, ഫഅമ്മാ മൻ സഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തുൻ റാദിയ വഅമ്മാ മൻ ഖഫ്ഫത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ വമാ അദ്റാക മാ ഹിയ നാറുൻ ഹാമിയ. അല്ലാഹു കാക്കട്ടെ. നമ്മുടെ നന്മ മുൻതൂക്കമാണെങ്കിൽ ഫീ ഈശത്തുർ റാദിയ, നമ്മുടെ നന്മ എങ്ങാനും കുറഞ്ഞു പോയാൽ തീർച്ചയായിരിക്കും ഹാവിയയിലായിരിക്കും നമ്മുടെ ജീവിതം. മാ അദ്റാക ഹാവിയ നാറുൻ ഹാമിയ. അത് വല്ലാത്ത അഗ്നിജ്വാലയാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. മരിക്കുന്ന വേളയിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഉച്ചരിച്ചുകൊണ്ട് അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലയായി മരിക്കുക എന്നുള്ളതാണ്. നാം നോക്കൂ, ഈ ജുനൈഷ് ഈ ഡാൻസ് കളിക്കുന്ന ഒരു രംഗം നോക്ക്. എന്ത് ആവേശത്തിലാണ്. ആ ആവേശത്തിൽ ഡാൻസ് കളിച്ചിരിക്കുന്ന സെക്കൻഡുകൾക്ക് മുമ്പ് പോലും ജുനൈഷിന് അറിയില്ല, ഇതാ അടുത്ത സെക്കൻഡിൽ ഞാൻ എന്നേക്കുമായി ഇവിടുന്ന് വിട പറഞ്ഞു പോകും, പിന്നെ ഞാൻ തിരിച്ചില്ല എന്ന് ജുനൈഷ് ആലോചിച്ചു പോയിട്ടുണ്ടാവില്ല. അതിനുവേണ്ടി വല്ലാത്ത ഒരുക്കങ്ങളിൽ ഒരുങ്ങിയിട്ടാണ് ജുനൈഷ് അതാ ഡാൻസ് കളിക്കാൻ വേണ്ടി എത്തുന്നത്. ആ വേളയിൽ കുഴഞ്ഞു വീഴുന്നു. ആ സമയത്ത് മറ്റുള്ളവരും ഡാൻസ് കളിച്ചിരിക്കുകയാണ്. അവർ പോലും ഇത് മരണപ്പെട്ട് വീണതെന്ന് അറിയുന്നില്ല. പിന്നെ അവിടെ കളിക്കുന്ന ചില സ്ത്രീകൾ വന്നിട്ടാണ്, അതും തലമറക്കാത്ത സ്ത്രീകൾ വന്നിട്ടാണ് ജുനൈഷിനെ അവിടുന്ന് എഴുന്നേൽപ്പിക്കുന്ന ഒരു രംഗം നാം ദൃശ്യയിൽ കണ്ടു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് ആക്ഷേപിച്ചിട്ടൊന്നും പറയുന്നതല്ല, ഇത് നമുക്കൊക്കെ വലിയ പാഠമാണ്. മരിക്കുന്ന വേല, മരിക്കുന്ന സമയം അതൊരു നല്ല മരണമായിരിക്കണം. ഖുർആൻ ഓതിക്കൊണ്ടോ നമസ്കാരത്തിലോ സുജൂദിലോ. അതാണ് ഒരു സത്യവിശ്വാസിയുടെ ഒരു മരണം, അല്ലേ? അള്ളാഹു ജുനൈഷിന് പൊരുത്തു കൊടുക്കട്ടെ. അള്ളാഹു ഖബർ വിശാലമാക്കട്ടെ. എല്ലാവരും നല്ലൊരു മനുഷ്യനാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, പലരും നാം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എന്താണോ ചെയ്യുന്നത് അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയായിരിക്കും മരണം. പല ഉസ്താദന്മാരുടെ പ്രഭാഷണങ്ങൾ നമ്മൾ കേട്ടവരാണല്ലേ. ഇതൊക്കെ പറയുന്നു, ഒരാൾ മരിക്കുമ്പോൾ മത്തി എന്ന് പറഞ്ഞ് മരിക്കുന്നു. അയാൾ മീൻ കച്ചവടക്കാരന് ഇങ്ങനെ ഒരു പ്രാവശ്യം പോലും തഹ്ലീൽ പറയാതെ കച്ചവടത്തിൻ്റെ പിന്നാലെ കൂടി അവസാനത്തെ വാക്ക് പോലും അതായി മാറി എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ധാരാളം ദിക്റുകൾ, സ്വലാത്തുകൾ, തഹ്ലീലുകളൊക്കെ ചൊല്ലുക. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന എന്നാണ്. എന്നും നാം ദുആ ചെയ്യണം, അല്ലാഹുമ്മ ഇജ്അൽ ആഖിറ കലാമിനാ ഇൻദൽ മൗത്ത് ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ് തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. മരിക്കുന്ന നേരം നിങ്ങളെ മുസ്ലിമാക്കല്ലാ. വിശുദ്ധ ഖുർആൻ പറയുന്നത് നിങ്ങൾ മരിക്കരുത് എന്നാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ മരിക്കരുത്, മരിക്കുന്നെങ്കിൽ മുസ്ലിമായി തന്നെ മരിക്കണമെന്നുള്ളതാണ്. അല്ലാഹുവിനെ നാം കണ്ടുമുട്ടുന്ന സമയത്ത് മുസ്ലിമായി കണ്ടുമുട്ടുക എന്നുള്ളത് വലിയ വിഷയമാണ്. മരണവേളം നല്ലൊരു മരണമാക്കണമെങ്കിൽ
നാം ജീവിച്ചിരിക്കുന്ന സമയത്ത് നല്ല നല്ല പ്രവർത്തനം അത് ആസ്വദിച്ച് ചെയ്യുമ്പോൾ മരിക്കുന്ന നേരം അങ്ങനൊരു മരണം അള്ളാഹു നമുക്ക് നൽകും. അള്ളാഹു നൽകട്ടെ. ഗൗരവമാണ്. മരിച്ചാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം ഡാൻസ് കളിക്കുമ്പോൾ നോക്കൂ, നമ്മുടെ പെൺകുട്ടികൾ റീൽസിൽ ഡാൻസാണ്, നിരന്തര ഡാൻസാണ്. ചിലരൊക്കെ കമൻറ്റ് പറയാറുണ്ട് ഹലാലായ ഡാൻസാണ്, ഹലാലായ ഡാൻസാണെന്നൊക്കെ. വല്ലാത്ത സങ്കടമുണ്ടോ? ചില ഉമ്മമാർക്ക് വല്ലാത്ത സങ്കടം എന്തറിയോ, എൻ്റെ മകളും ഈ ഒരു രീതിയിലേക്ക് എത്തിയില്ലല്ലോ, എത്തേണ്ടിയിരുന്നു, അങ്ങനെ ഒരു രീതിയിൽ. ഒരിക്കലും എൻ്റെ പ്രിയപ്പെട്ടവർ നാം അങ്ങനെ ആകരുത്. നമ്മുടെ പെൺകുട്ടികൾ ഓർക്കണം, ഇങ്ങനെ ആയാലോ നമ്മുടെ മരണം, നിങ്ങൾ കളിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തായാലോ മരണം. ആരുടെ മരണം എങ്ങനെ ഒരാൾക്കും പറയാൻ പറ്റൂല. നിരന്തരമായി നമ്മുടെ ദുആ വേണം, നമ്മുടെ ഭാഗത്ത് പ്രവർത്തനം പ്രയത്നങ്ങളൊക്കെ വേണം. പിന്നെ അള്ളാഹുവിൻ്റെ വിധിയാണ് നടക്കുന്നത്. നാം ഇതിൽ ആസ്വദിച്ച് പിന്നെ അങ്ങനെ ഒരു മരണമാണെങ്കിൽ അത് ദുഃഖകരമാണ്. നാം ഒരുപാട് നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു പരീക്ഷണങ്ങൾ വരുന്നു എന്ന് വിചാരിക്കാം. ചില ആളുകൾ പറയുന്നുണ്ട്, ഉസ്താദെ ഞാൻ നിരന്തരമായി നിസ്കരിക്കുന്നു, ഈ തസ്ബീഹ് പറയുന്നു, എല്ലാം ചെയ്യുന്നു, വീണ്ടും വീണ്ടും എനിക്ക് പരീക്ഷണങ്ങളാണ്, ബുദ്ധിമുട്ടാണ് എന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ സന്തോഷമാണ്. നാം അള്ളാഹുവിനെ ധിക്കരിച്ച് തന്നെ കഴിയുമ്പോഴാണ് അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ വരുമ്പോഴാണ് സങ്കടം. കാരണം നമുക്ക് വരുന്ന പ്രയാസങ്ങൾ രണ്ട് രീതിയിലാണ്. ഒന്ന്, വരുന്ന പ്രയാസങ്ങൾ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളായിരിക്കും. ചില പ്രയാസങ്ങൾ അള്ളാഹുവിൻ്റെ പരീക്ഷണയിൽ അള്ളാഹുവിൻ്റെ ശിക്ഷയായിരിക്കും. അള്ളാഹുവിൻ്റെ ശിക്ഷയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവർ, നാം അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുമ്പോഴാണ് നമുക്ക് പ്രയാസങ്ങൾ വരുന്നതെങ്കിൽ ഇത് അള്ളാഹുവിൻ്റെ പരീക്ഷണയാണ് എന്ന് ക്ഷമിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും, സങ്കടമില്ല. ഇനി അള്ളാഹുവിനെ ധിക്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള വരുന്നത്, തീർച്ചയായും അത് ശിക്ഷയല്ലേ. ഏറ്റവും ബുദ്ധിയുള്ളവനാരെന്നറിയോ? ആഖിറത്തിന് വേണ്ടി പണിയെടുക്കുന്നവരാണ്. അത് അള്ളാഹു നൽകുന്ന വലിയ തൗഫീക്കാണ്. ഇപ്പം നാം ഡാൻസും പലതും ഇങ്ങനെ തുള്ളലും ചാട്ടലും പലതും കളിച്ചിങ്ങനെ ജീവിക്കും, റീൽസ് എടുത്തും ജീവിക്കും. ഒരുപാട് ആളുകൾ വന്ന് നല്ല കമൻറ്റൊക്കെ പറയും, നല്ല ഉണ്ടായിരുന്നു, സൂപ്പറാണ്, പലതും പറയും. പിന്നെ ഇപ്പോൾ എല്ലാം എന്തൊന്നുമില്ലല്ലോ കമൻറ്റ് എഴുതുന്നതിന്. എത്ര വലിയ ഹറാമായ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ മാഷാ അല്ലാഹ് തബാറക്കല്ലാ, എവിടെയാണ് മാഷാ അല്ലാഹ് പറയേണ്ടത്, എവിടെയാണ് തബാറക്കല്ലാ പറയേണ്ടത്, ഒന്നും അറിയില്ല. അങ്ങനെ തോന്നിയത് പറയും. നീ ആ സെക്കൻഡിൽ മരണപ്പെടുകയാണ്, നീ റീൽസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരണപ്പെടുകയാണ്. നിന്നെ അവരെല്ലാവരും നിന്നെല്ലാം അവർ മറന്നു കളയും. നിന്നെ ഖബറിൽ കൊണ്ടുപോയി വെക്കപ്പെട്ടാൽ ഇന്ന് അങ്ങനെ റീൽസ് കളിച്ച് ഡാൻസ് കളിച്ച് ഒരുപാട് പ്രേക്ഷകർ നിന്ന് ഒരുപാട് സബ്സ്ക്രൈബും അതുപോലെ വ്യൂസ് എല്ലാം നേടി വലിയ അറിയപ്പെട്ട ആളുകളൊക്കെ ഖബറുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്കൊന്ന് പോയി അവിടെ നോക്കണം, ആ ഖബറിൽ നമുക്ക് നോക്കണം. ചെറിയ ചെറിയ പ്രായമുള്ള പെൺകുട്ടികളാണ്, ചെറിയ 20-22 പെൺകുട്ടികൾ മരണപ്പെട്ടവർ. അവരുടെ പേരൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ അടുത്തടുത്ത് മരണപ്പെട്ടവരാണ്, പെട്ടെന്നുള്ള മരണം. ചില ജീവനൊടുക്കി മരണപ്പെട്ടു. അവരുടെ ഖബറിൻ്റെ ചില പിക്ചറുകളൊക്കെ നാം വീഡിയോയിലൂടെ കണ്ടു. ആരുമില്ല, ഒറ്റക്കാണ് ആ പെൺകുട്ടി ഇവിടെ കിടക്കുന്നവർ. ആ പെൺകുട്ടിക്ക് കമൻറ്റ് എഴുതിയവരും ലൈക്ക് അടിച്ചവർ ഒന്നും അവളെ കൂടെയില്ല, അവളെല്ലാം ഒറ്റയ്ക്ക് അവിടെ അനുഭവിക്കുകയാണ്. ഇതേ അവസ്ഥയാണ് നമുക്ക് വരാൻ പോകുന്നത്. ഈ ചെറിയ ഒരു ജീവിതമാണ്. കഴിവിൻ്റെ പരമാവധി എൻ്റെ പ്രിയപ്പെട്ടവരെ ഇലല്ലാഹ്, അള്ളാഹുലേക്ക് വേണ്ടി ഞാൻ സമയം ചെലവഴിക്കണം. ഏത് സമയത്ത് ഇങ്ങനൊരു മരണമായാൽ അത് വല്ലാത്ത ദുഃഖമാണ്, ഗൗരവമുള്ള വിഷയമാണ്. നമ്മുടെ വീട്ടിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതൊക്കെ അള്ളാഹു നമുക്ക് നൽകുന്ന പാഠമാണ്. ഇത് കണ്ടും നാം ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരും. അള്ളാഹു കാക്കട്ടെ. ജുനൈഷിന് അള്ളാഹു പൊരുത്ത് കൊടുക്കട്ടെ, ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. കാരണം ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ, ഇന്നലെ ജീവനൊടുക്കിയ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും പറഞ്ഞു അവൾ ചത്തു പോകേണ്ടവരാണ്, അവൾക്ക് വേണ്ടി എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? ഞാൻ ഒരിക്കലും ഒരാളെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. അള്ളാഹു ഗഫൂറാണ്. അള്ളാഹു എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഒരാൾക്ക് പൊരുത്ത് കൊടുക്ക്, അള്ളാഹു സ്വർഗം കൊടുക്കും അല്ലേ? അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവന് പൊരുത്ത് കൊടുക്കുന്നു.
അവൻ ഉദ്ദേശിക്കുന്നവർ അള്ളാഹു ശിക്ഷിക്കുന്നു. ഒരാളെക്കുറിച്ച് നമുക്ക് വിധി പറയാൻ പറ്റൂല, ഇയാൾ നരകത്തിൽ, ഇയാൾ സ്വർഗത്തിലെന്നു. എന്നാൽ നമ്മുടെ കാഴ്ചയിൽ കാണുമ്പോൾ ചിലപ്പോൾ സങ്കടം വരും അല്ലെ. 10 പേര് നല്ലത് പറഞ്ഞാൽ വജബത്ത് ലഹുൽ ജന്ന, അവനക്ക് സ്വർഗം ഉണ്ടെന്നാണ്. ജുനൈഷിനെ കുറിച്ച് എല്ലാവരും നല്ലത് പറയുന്നുണ്ട്. വയനാട്ടിലാണ് ഒരു സംഭവം നടക്കുന്നത്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട നമ്മുടെ കാഴ്ചക്കത് വല്ലാത്ത വേദനിപ്പിക്കുന്നതാണ്. കാരണം ഒരു തൗബാക്ക് പോലും അവസരം കിട്ടാതെ നാം മരണപ്പെടുക എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതം പെട്ടെന്ന് നാം തീർന്നു പോകുക എന്ന് പറഞ്ഞാൽ, അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മരിക്കുന്ന നേരം അള്ളാഹ് ഈമാനോട് കൂടിയുള്ള മരണം നൽകണേ അള്ളാഹ്. അപകട മരണങ്ങൾ, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അള്ളാഹു നീ കാത്ത് രക്ഷിക്കണേ റഹ്മാനെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും അള്ളാഹു നീ പൊരുത്തു കൊടുക്കണേ അള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.